മാതൃഭൂമി പ്രതിനിധി മനോജ് മേനോൻ കൂടി നമുക്കുമുണ്ട്. അദ്ദേഹം നേരത്തെ മാതൃഭൂമി ന്യൂസിന്റെയും പ്രതിയായിരുന്നു. ശ്രീ മനോജ് മേനോൻ, അതിമനോഹരമായി ബീഹാറിന്റെ രാഷ്ട്രീയത്തെ മലയാളികൾക്ക് മുന്നിലേക്ക് മാതൃഭൂമി പത്രത്തിലൂടെ അങ്ങ് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ബീഹാറിൽ ഉടനീളം അങ്ങ് യാത്ര ചെയ്താണ് ആ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത്. ഇപ്പോൾ പടലിപുത്ര മഗധ് മേഖലയിൽ നിന്ന് പട്നയിൽ നിന്ന് ദീർഘമണിക്കൂറുകൾ യാത്ര ചെയ്ത് സീമാഞ്ചൽ മേഖലയിലേക്കും അവിടെ നിന്നുള്ള കടൽ പോലെ പരന്നു കിടക്കുന്ന പാടങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് എഴുതി അവിടുത്തെ രാഷ്ട്രീയം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന ഈ ട്രെൻഡ് അത് മുഖവിലേക്ക് എടുക്കാമോ? രതീഷ്, തീർച്ചയായിട്ടും വളരെ വാശിയേറിയ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ പോരാട്ടമാണ് ബീഹാറിലുണ്ടായത്. ബീഹാറിനെ ഒരു മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയം പോലെ ഒരു ഒറ്റ വായനയ്ക്ക്, ഒറ്റ സ്നാപ്പിൽ ഒതുങ്ങില്ല ജീവിതം എന്ന് പറയുന്ന പോലെ ഒറ്റ വായനയ്ക്ക് നമുക്ക് ബീഹാറിന്റെ സങ്കീർണത നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ജാതി രാഷ്ട്രീയവുമായിട്ട് വളരെയധികം കലർന്നു കിടക്കുന്ന രാഷ്ട്രീയമാണ് ബീഹാറിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇപ്പോൾ പുറത്തു വരുന്ന ജനവിധി അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ട്രെൻഡുകൾ തുടർന്ന് നിലനിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വരും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് പറയാൻ കഴിയും. എങ്കിൽ പോലും കടുത്ത പോരാട്ടം നിലനിൽക്കുമ്പോൾ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടങ്ങളിൽ NDA ലീഡ് നേടിയിരുന്നു അല്ലെങ്കിൽ എഡ്ജ് നേടിയിരുന്നു എന്നുള്ള കാര്യം ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് വ്യക്തമായിരുന്നു. പക്ഷേ ഇതിനൊപ്പം തന്നെ NDAയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, മഹാസഖ്യത്തിനകത്ത് തേജസ്വി യാദവ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു വലിയ നേതൃത്വ പാടവം എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയമാണ് ഇക്കുറി. 2020 തെരഞ്ഞെടുപ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരിട്ട്. 2020 തേജസ്വി ഒരു വലിയ ഒരു നേതൃത്വത്തെ അല്ലെങ്കിൽ ഒരു സഖ്യത്തെ നയിക്കാൻ പര്യാപ്തനായ പക്വതയുള്ള ഒരു നേതാവായിട്ട് വളരുകയും ഒറ്റയ്ക്കൊരു സഖ്യത്തെയും ഒരു പാർട്ടിയെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി ആർജിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടായിട്ട് ആത്യന്തികമായിട്ട് നിലനിൽക്കുക. അതോടൊപ്പം തന്നെ സഖ്യകക്ഷികൾ, നേരത്തെ നിങ്ങളിവിടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ സഖ്യകക്ഷികൾ, മഹാസഖ്യത്തിലെ സഖ്യകക്ഷികൾ നടത്തിയിട്ടുള്ള പ്രകടനം എത്രമാത്രം RJDക്ക് തുണയായി എന്നുള്ളത് വീണ്ടും RJD പുനർവിചരണം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെയും അതുപോലെ തന്നെ മഹാസഖ്യത്തിൻ്റെയും തുടർന്നുള്ള നീക്കങ്ങളെ അല്ലെങ്കിൽ ഭാവി നീക്കങ്ങളെ ഈ റിസൾട്ട്, ബീഹാറിൻ്റെ റിസൾട്ട് കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2020 74 സീറ്റുകളാണ് RJD നേടിയത്. അതുപോലെ തന്നെ കോൺഗ്രസ് 19 സീറ്റ്, CPI-ML 12 സീറ്റ്. ഇതായിരുന്നു മഹാസഖ്യത്തിൻ്റെ സീറ്റ് നില. ഇക്കുറി കോൺഗ്രസിൻ്റെ നില അതീവ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രയാസമേറിയ ഒന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിരുന്നു. സിംഗിൾ ഡിജിറ്റിലേക്ക് കോൺഗ്രസ് താഴുമെന്നുള്ള പ്രതീതി തന്നെയായിരുന്നു കോൺഗ്രസ് ഉണ്ടാക്കിയിരുന്നത്. മാത്രമല്ല ഒറ്റയ്ക്ക് ഒരു മഹാസഖ്യത്തെ അല്ലെങ്കിൽ മുന്നണിയെ ഒറ്റയ്ക്ക് നയിക്കേണ്ട ഒരു ഭാരം തേജസ്വിയുടെ ചുമലിലായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് നയിച്ച RJD മഹാസഖ്യം ഇത്രയും സീറ്റിലേക്ക് കഴിഞ്ഞ തവണത്തെ 2020 സീറ്റ് നിലയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അത് തേജസ്വിയുടെ മിടുക്ക് അല്ലെങ്കിൽ തേജസ്വിയുടെ സാമർഥ്യം മാത്രമാണ്. അതിനകത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സഖ്യകക്ഷി പാർട്ടികളുടെയോ സംഭാവന കാര്യമായിട്ടില്ല എന്നുള്ളത് വലിയ ഒരു രാഷ്ട്രീയ വിഷയമാണ്. അതുപോലെ മുന്നിൽ നിന്ന് നയിച്ച തിരഞ്ഞെടുപ്പാണ്. തേജസ്വി ആ ഭാരം പക്വമായി ഏറ്റെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോയി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിന്ന് ഈ കാലത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം പക്വമതിയായ രാഷ്ട്രീയ നേതാവായി വളർന്നു. പക്ഷേ ഒറ്റയ്ക്ക് സ്വന്തം ചുമലിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു മുന്നണിയെ എന്നതാണ് ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം അറിയുന്ന മനോജ് മേനോൻ. അദ്ദേഹമാണ് ആ വിവരങ്ങൾ നൽകിയത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് 68 സീറ്റുകളിൽ ഇപ്പോൾ BJP ലീഡ് ചെയ്യുകയാണ്. 63 JDU ലീഡ് ചെയ്യുന്നത്. ആകെ ലീഡ് NDA 135 സീറ്റുകളിലാണ്. 65 മാത്രമാണ് ഇപ്പോൾ മഹാഗഡ്ബന്ധൻ ലീഡ് ചെയ്യുന്നത്. അതിൽ 57 സീറ്റുകളിലും 65-ൽ 57 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നത് RJD ആണ്. 6 കോൺഗ്രസിന്റെ ലീഡ്. CPI-ML ആകെ ലീഡ് ചെയ്യുന്നത് ഇക്കുറി 2 കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് നിന്ന് വളരെ പിന്നാക്കം പോകുന്നു. 2 ആണ് ഇപ്പോൾ. ഇതുവരെ വരുന്ന ട്രെൻഡ് ആണെങ്കിൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ഡിജിറ്റ് ട്രെൻഡ് ആണെങ്കിൽ CPI-MLന്റെ പെർഫോമൻസും 10 സീറ്റിന്റെ കുറവിലേക്കാണ് വരുന്നത്. ഏതായാലും 65, 135 ഇരട്ടിയുടെ ലീഡാണ് ഇപ്പോൾ. 206 ലീഡ് നില പുറത്തു വരുമ്പോൾ ബീഹാറിലെ വോട്ടെണ്ണൽ ചിത്രം